നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസിൻ്റെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിനു മുന്നേ ഒരു 2 വീഡിയോ ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോസ് കൂടി കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമായിരുന്നു ഭീംബേടക്. ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമായിരുന്ന ഭീംബേടക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ഭൂപ്രക്ഷേപം ഏതാണ്? സിലിണ്ടറിക്കൽ പ്രക്ഷേപം. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഭൂപ്രക്ഷേപം ഏതാണ്? സിലിണ്ടറിക്കൽ പ്രക്ഷേപം. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങേത്? അടയാളം കൊടുക്കൽ. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങേത്? അടയാളം കെട്ടൽ. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമേത്? 1986. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമേത്? 1986. യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? യൂറൽ പർവ്വതനിര. യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? യൂറൽ പർവ്വതനിര. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ള ബ്രിട്ടീഷ് മിഷൻ ഏതായിരുന്നു? ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ള ബ്രിട്ടീഷ് മിഷൻ ഏതായിരുന്നു? ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന തീയതി ഏതാണ്? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന തീയതി ഏതാണ്? 1949 നവംബർ 26. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ 69% ഏത് വിഭാഗത്തിലായതാണ്? ഹിമപാളികളിലെയും ഹിമാനികളിലെയും ജലമാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ 69% എവിടെയാണ് കാണപ്പെടുന്നത്? ഹിമപാളികളിലും ഹിമാനികളിലും. കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗത്തെ അറിയപ്പെടുന്നു പോയിന്റ് നീമോ. കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗം അറിയപ്പെടുന്നു പോയിന്റ് നീമോ. ഏത് സമുദ്രത്തിലാണ് പോയിന്റ് നീമോ കാണപ്പെടുന്നത്? പസഫിക് സമുദ്രം. ഏത് സമുദ്രത്തിലാണ് പോയിന്റ് നീമോ കാണപ്പെടുന്നത്? പസഫിക് സമുദ്രം. ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് മൊല്ലോയി ഗർത്തം? ആർട്ടിക് സമുദ്രം. ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് മൊല്ലോയി ഗർത്തം? ആർട്ടിക് സമുദ്രം. ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ഫാക്ടോറിയൻ ഗർത്തം? ദക്ഷിണ സമുദ്രം. ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ഫാക്ടോറിയൻ ഗർത്തം? ദക്ഷിണ സമുദ്രം. പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷൻ. പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷൻ. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർ സി ശങ്കരൻ നായർ. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? സർ സി ശങ്കരൻ നായർ. ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണം എങ്ങനെ അറിയപ്പെടുന്നു? തിര ആവർത്തി. ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണം എങ്ങനെ അറിയപ്പെടുന്നു? തിര ആവർത്തി. കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതി ഏതാണ്? അംഗൻ ജ്യോതി. കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതി ഏതാണ്? അംഗൻ ജ്യോതി. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? വകുപ്പ് 58. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? വകുപ്പ് 58. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചതാരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ലോക്സഭാംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91-ാം ഭേദഗതി. കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ലോക്സഭാ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി 91-ാം ഭേദഗതി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കാനായിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കാനായിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. 2025 ഒക്ടോബർ 15 കേരളത്തിൽ വെച്ച് അന്തരിച്ച റെയ്ല ഒഡിങ്ങ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ്? കെന്യ. 2025 ഒക്ടോബർ 15 കേരളത്തിൽ വെച്ച് അന്തരിച്ച റെയ്ല ഒഡിങ്ങ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ്? കെന്യ. 20 മീറ്റർ ഫോക്കസ് ദൂരം ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എത്രയാണ്?
-5D 20 മീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എത്രയാണ്? -5D 20 മീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എത്രയാണ്? -5D. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണ്? പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണ്? പാമ്പൻ പാലം. 2026 ബ്രിക്സ് ഉച്ചകോടി ആതിഥ്യം വഹിക്കുന്ന നഗരം ഏത്? ന്യൂഡൽഹി. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് നേതൃത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ 2023 ഓഗസ്റ്റ് 23 വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് നൽകിയ പേരെന്താണ്? ശിവശക്തി പോയിൻ്റ്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ 2023 ഓഗസ്റ്റ് 23 വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് നൽകിയ പേരെന്താണ്? ശിവശക്തി പോയിൻ്റ്. കേരളത്തിലെ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട പ്രശസ്തി നേടിയ വ്യക്തിയാണ് ചിന്നംതമ്പി അണ്ണാവി? ചവിട്ട് നാടകം. കേരളത്തിലെ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട പ്രശസ്തി നേടിയ വ്യക്തിയാണ് ചിന്നംതമ്പി അണ്ണാവി? ചവിട്ട് നാടകം. ഏത് മലയാള നോവലിലെ കഥാപാത്രമാണ് അപ്പുക്കിളി? ഖസാക്കിൻ്റെ ഇതിഹാസം. ഏത് മലയാള നോവലിലെ കഥാപാത്രമാണ് അപ്പുക്കിളി? ഖസാക്കിൻ്റെ ഇതിഹാസം. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏത് താലൂക്കിലാണ്? റാന്നി താലൂക്കിലാണ്. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് റാന്നി താലൂക്ക്. അച്ചാട്ടിളയത്ത് ഏത് സാഹിത്യ ശാഖയിലാണ് പ്രസിദ്ധി നേടിയത്? തിരുവാതിരപ്പാട്ട്. ചേരാമൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊടുങ്ങല്ലൂർ. ചേരാമൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊടുങ്ങല്ലൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിന്. 368 പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരമാർക്കാണ്? പാർലമെൻറ്റിന്. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ. കേരളത്തിൻ്റെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം മൗലവി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വയോധിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുൺ ആസിഫ് അലിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വയോധിക എന്നറിയപ്പെടുന്ന അരുൺ ആസിഫ് അലിയാണ്. പ്രഥമ ബ്രിക്സ് യുവജനോത്സവം നടക്കുന്നത് എവിടെയാണ്? റഷ്യയിലാണ്. പ്രഥമ ബ്രിക്സ് യുവജനോത്സവം നടക്കുന്നത് എവിടെയാണ്? റഷ്യയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ്? നവി മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ. 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യ പാകിസ്ഥാൻ. 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കൻഡ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ പാകിസ്ഥാൻ. ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ബൊക്കാറയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത്? സോവിയറ്റ് യൂണിയൻ. ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ബൊക്കാറോയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത്? സോവിയറ്റ് യൂണിയൻ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകളാണ് ആരവല്ലി. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ആരവല്ലി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ടൂറിസത്തെ തിരികെ പിടിക്കാനായി ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് എൻ്റെ കേരളം എന്നും സുന്ദരം. എൻ്റെ കേരളം എന്നും സുന്ദരം. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യമാണ് മത്തി. കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? മത്തി. കേരളത്തിലെ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? ഇടുക്കി, വയനാട്. കേരളത്തിലെ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകളാണ് ഇടുക്കി, വയനാട്. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? കോട്ടയം, ആലപ്പുഴ, എറണാകുളം. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? കോട്ടയം, ആലപ്പുഴ, എറണാകുളം. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ഗംഗ. കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത ഇല്ലാത്ത ജില്ല ഏത്? ആലപ്പുഴ. കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത ഇല്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴ. കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ രണ്ട് രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യത്തിന് ഉദാഹരണമാണ് മുരിങ്ങ. കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ രണ്ട് രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യത്തിന് ഉദാഹരണമാണ് മുരിങ്ങ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ ഡി. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ ഡി. കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി ഉണ്ടായിട്ടുള്ളത്? കാട്ടാന. കേരളത്തിലെ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി ഉണ്ടായിട്ടുള്ളത്? കാട്ടാന.
അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ച് നിർത്തിയിരിക്കുന്നത്. ഈ സംഭരണത്തിലെ ജലത്തിൻ്റെ ഊർജ്ജം എന്താണ്? സ്ഥിതികോർജ്ജം. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ച് നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിൻ്റെ ഊർജ്ജം എന്താണ്? സ്ഥിതികോർജ്ജമാണ്. കുട്ടികളിലെ കുഷ്ഠരോഗം ആരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാലമിത്ര. കുട്ടികളിലെ കുഷ്ഠരോഗം ആരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്താനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാലമിത്ര. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത് AK ഗോപാലനാണ്. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത് AK ഗോപാലൻ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ കേരളീയ വനിതയാര്? സഫ്രീന ലത്തീഫാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ കേരളീയ വനിതയാര്? സഫ്രീന ലത്തീഫ്. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭുവൻ. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭുവൻ. പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തര അവസ്ഥ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നത്? അനുച്ഛേദം 360. പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നത്? അനുച്ഛേദം 360. 1985 പാസ്സാക്കി നിലവിൽ വന്ന 52ാം ഭരണഘടനാ ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? കൂറുമാറ്റ നിരോധന നിയമം. അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി 1985 52ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഉഷസ് പദ്ധതി ആരോഗ്യമേഖലയിലെ ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്? HIV എയ്ഡ്സ് ചികിത്സ. ഉഷസ് പദ്ധതി ആരോഗ്യ മേഖലയിലെ ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്? HIV എയ്ഡ്സ് ചികിത്സ. കോട്ടയം ജില്ലയിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടത്തിന് നൽകിയ പേരെന്ത്? മനസ്വിനി. കോട്ടയം ജില്ലയിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടത്തിന് നൽകിയ പേരെന്താണ്? മനസ്വിനി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി 2 തവണ വഹിച്ചിട്ടുള്ളത് ആരാണ്? ജസ്റ്റിസ് D ശ്രീദേവിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി 2 തവണ വഹിച്ചിട്ടുള്ള അതാരാണ്? ജസ്റ്റിസ് D ശ്രീദേവിയാണ്. തലച്ചോറിനെയും സുഷുമ്നയും ആവരണം ചെയ്തുള്ള സ്ഥലമാണ് മെനിഞ്ചസ്. തലച്ചോറിനെയും സുഷുമ്നയും ആവരണം ചെയ്തിട്ടുള്ള സ്ഥലം ഏതാണ്? മെനിഞ്ചസ്. ഏതു ധാതു കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്? കാൽഷ്യം. ഏതു ധാതു കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്? കാൽഷ്യം. മനുഷ്യർ, ജന്തുക്കൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംയുക്ത പ്രവർത്തനം ലക്ഷ്യമിടുന്ന ആരോഗ്യ രംഗത്തെ പ്രോഗ്രാമാണ് വൺ ഹെൽത്ത്. മനുഷ്യർ, ജന്തുക്കൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംയുക്ത പ്രവർത്തനം ലക്ഷ്യമിടുന്ന ആരോഗ്യ രംഗത്തെ പ്രോഗ്രാമാണ് വൺ ഹെൽത്ത്. ജെനസിസ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിമ്പോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ബംഗളൂരു. ജെനസിസ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിമ്പോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ബംഗളൂരു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. ഓരോ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരെന്ത്? ഐസോമറുകൾ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്നു ഐസോമറുകൾ. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേരെന്താണ്? ഹാലജൻ. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പുകളാണ് ഹാലജനുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാൻ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? സ്വാതി തിരുനാൾ. കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ ഊരുട്ടമ്പല പ്രതിഷേധം നയിച്ചതാരാണ്? അയ്യങ്കാളി. തിരുവിതാംകൂറിലെ ഊരുട്ടമ്പല പ്രതിഷേധം നയിച്ചതാരാണ്? അയ്യങ്കാളി. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെൻറ്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ച വിദേശികൾ പോർച്ചുഗീസാണ്. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെൻറ്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. 1936 ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി സ്ഥാപിച്ചത് BR അംബേദ്കറാണ്. 1936 ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി സ്ഥാപിച്ചത് BR അംബേദ്കർ. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലൂടെയുള്ള ഹിമാലയ ഭാഗമാണ് കുമയോൺ ഹിമാലയം. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗമാണ് കുമയോൺ ഹിമാലയം. 1991 പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്?
ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളീകരണം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏതാണ്? എറണാകുളം. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോം. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണമുള്ള ജില്ല ഏതാണ്? കൊല്ലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണം ഉള്ള ജില്ല ഏതാണ്? കൊല്ലം. ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കാൻ കാരണം എന്താണ്? പ്രതലബലം. ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കാൻ കാരണം എന്താണ്? പ്രതലബലം. ചന്ദ്രയാൻ 3ലെ പ്രഗ്യാൻ റോവർ ചന്ദ്ര ഉപരിതലത്തിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? സൾഫറിൻ്റെ. ചന്ദ്രയാൻ 3ലെ പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? സൾഫറിൻ്റെ. പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള തോൽപ്പാവക്കൂത്തിൻ്റെ ഇതിവൃത്തം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത് ഏത് കൃതിയിൽ നിന്നാണ്? തമിഴ് കമ്പരാമായണം. പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള തോൽപ്പാവക്കൂത്തിൻ്റെ ഇതിവൃത്തം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത് ഏത് കൃതിയിൽ നിന്നാണ്? തമിഴ് കമ്പരാമായണം. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വതന്ത്ര സമര സേനാനി ആരാണ്? ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാഭായാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാഭായ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാ റാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാ റാം മോഹൻ റോയ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിർത്തിവെക്കപ്പെട്ട ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിർത്തിവെക്കപ്പെട്ട ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം. വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര. വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോഭൂമിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ഇ സന്തോഷ് കുമാറാണ്. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോഭൂമിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ഇ സന്തോഷ് കുമാർ. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സയിലൂടെ പ്രാപിച്ചവരെ പുനരധിവസിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹക്കൂട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചവരെ പുനരധിവസിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹക്കൂട്. ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് എംഫീസീമ? ശ്വാസകോശം. ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് എംഫീസീമ? ശ്വാസകോശം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്പാണ് ശൈലി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ശൈലി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമേത്? വിഴിഞ്ഞം തുറമുഖം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമേത്? വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്. ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്ക്. ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്ക്. കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് എന്നീ ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദത്തിൻ്റെ ഏത് സ്വഭാവമാണ്? അപവർത്തന പ്രതിപതനം. കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് എന്നീ ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദത്തിൻ്റെ ഏത് സ്വഭാവമാണ്? അപവർത്തന പ്രതിപതനം. കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെപ്പറ്റിയുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ്? ആരോഗ്യമാനന്ദം. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെപ്പറ്റിയുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധനത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ്? ആരോഗ്യം ആനന്ദം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ കേരളീയൻ ആരെല്ലാം? അടൂർ ഗോപാലകൃഷ്ണൻ, മോഹൻലാൽ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ കേരളീയൻ ആരെല്ലാം? അടൂർ ഗോപാലകൃഷ്ണൻ, മോഹൻലാൽ. 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? ഫസൽ അലി, സർദാർ കെ എം പണിക്കർ, എച്ച് എൻ കുൻസ്രു. 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? ഫസൽ അലി, സർദാർ കെ എം പണിക്കർ, എച്ച് എൻ കുൻസ്രു. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സ്വാതി തിരുനാൾ. ഏത് മഹാരാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM നിലവിൽ വന്നത് എവിടെയാണ്? എറണാകുളത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM നിലവിൽ വന്ന ജില്ല എറണാകുളമാണ്. കേരളത്തിൽ ഏത് വിളയുടെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൃഷി ആരംഭിച്ച വ്യക്തിയാണ്? ജോൺ ജോസഫ് മർഫി. റബ്ബർ കൃഷി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂണാണ്. ഒക്ടോബർ നവംബർ മാസത്തിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂണാണ്.
മാനാഞ്ചിറ തടാകം ഏതിനത്തിലുള്ള തടാകത്തിന് ഉദാഹരണമാണ്? മനുഷ്യനിർമ്മിത തടാകമാണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകമാണ് മാനാഞ്ചിറ തടാകം. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് കേരളത്തിൽ എവിടെയാണ്? നെടുങ്കണ്ടം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ്? നെടുങ്കണ്ടം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? നീലഗിരി കുന്നുകൾ. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂൺ കാലത്താണ്? വടക്ക് കിഴക്കൻ മൺസൂണാണ്. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് സമയത്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരമഹാസമതലമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരമഹാസമുദ്രം. വരിക വരിക സഹചരെ സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉപ്പ് സത്യാഗ്രഹം. വരിക വരിക സഹചരെ സഹന സമരവുമായി. ഈ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉപ്പ് സത്യാഗ്രഹം. ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏത്? ഓഗസ്റ്റ് 29. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ. സിനിമയാക്കിയ ആദ്യത്തെ മലയാളം നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെ? ഏത് ജില്ലയാണ്? ആലപ്പുഴ. ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം ആലപ്പുഴ. ദേശീയ ജലപാതയായ NW3 ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. ദേശീയ ജലപാതയായ NW3 ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 146. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം 146 ആണ്. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതി എതിർത്തുകൊണ്ട് 1923 CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ ചേർന്ന് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതി എതിർത്തുകൊണ്ട് 1923 CR ദാസും മോത്തിലാൽ നെഹ്റു എന്നിവർ ചേർന്ന് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി.